ഹലോ, നമുക്ക് അടുത്തത് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതണു. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് ജി ഈസ് കോൾഡ് ഓർഡർ ഓഫ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ഡെനോട്ടഡ് ബൈ ഒ ഓഫ് ജി ഓർ മോഡ് ജി. ജി ആണ് കേട്ടോ, അത് ഏന്ന് പോലെ ഉണ്ട് കാണുമ്പോൾ, പക്ഷെ ജി ആണ്. അതായത് ഓർഡർ ഓഫ് ജി അല്ലെങ്കിൽ മോഡ് ജി. മോഡ് എന്നല്ല, ഇതിന് നമ്മൾ ഓർഡർ എന്നാണ് പറയുക, ഓർഡർ ഓഫ് ജി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ഒരു ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിനോട്ട് ചെയ്യുന്നത് ഓഫ് ജി അല്ലെങ്കിൽ മോഡ് ഓഫ് ജി ഓർ ഓർഡർ ഓഫ് ജി. Okay, when the number of elements in a group are not finite, then the group is called infinite group. Okay, അതായത് ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഫൈനൈറ്റ് അല്ലെങ്കിൽ, ഫൈനൈറ്റ് ആയിട്ടൊരു നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഇൻഫിനിറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് ഗ്രൂപ്പിൻ്റെ ഓർഡർ ആണെങ്കിൽ, ആ ഗ്രൂപ്പിൽ കുറേ എലമെൻറ്റ്സുകൾ ഉണ്ടാവുമല്ലോ, ആ എലമെൻറ്റ്സിനും എന്തുണ്ട്, ഓർഡർ ഉണ്ട്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. The order of an element A of the group G is the smallest positive integer n such that A raised to n equal to E, where E is the identity element and the binary operation is multiplication. It is denoted by O of A. If such n does not exist, we say that A is of infinite order. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളിവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ എലമെൻറ്റുകൾ എടുക്കും. അതായത് ഇപ്പോൾ ഓരോ ഗ്രൂപ്പിൽ 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു, ആ എലമെൻറ്റിനെ എ റേസ് ടു എൻ ഫോമിൽ, ആ എലമെൻറ്റ് റേസ് ടു 1, റേസ് സ്ക്വയർ, ക്യൂബ്, അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്ത് കിട്ടുന്ന, അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സിനെ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിന്ന് വരില്ല, ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം, അപ്പോൾ ക്ലിയർ ആവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ എലമെൻറ്റിൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് ഓർഡർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ജി ഈസ് ഈക്വൽ ടു 1 - 1 i - i. ഈ ഐ എന്ന് പറയുന്നത് എന്താ, കോംപ്ലക്സ് നമ്പേഴ്സാണ്, അതറിയാലോ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, ജിയിലുള്ള എലമെൻറ്റ്സ് 1 - 1 i - i. ബി എ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ വിത്ത് ഐഡൻറ്റിറ്റി അവിടെ എന്തായിരിക്കും, 1 ആയിരിക്കും, അത് നമുക്കറിയാലോ. ഇപ്പോൾ ഇവിടെ നോക്കുക, ഐ ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സാണ്, പിന്നെ i² എന്ന് പറയുന്നത് -1 ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? നോക്കുക, i² ഈക്വൽ ടു -1 ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഐ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്, ഇമാജിനറി നമ്പറാണ് i² ഈക്വൽ ടു -1 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താ, ഗ്രൂപ്പിൻ്റെ ഓർഡർ എത്രയാണ്? ഗ്രൂപ്പിൻ്റെ ഓർഡർ പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇവിടെ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് അല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ ഗ്രൂപ്പിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്ക് ഇപ്പം തന്നെ കിട്ടി. ഗ്രൂപ്പിൽ 4 എലമെൻറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഓർഡർ 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്നാലും ഇതിൻ്റെ ഓപ്പറേഷൻ, ഇത് ജസ്റ്റ് ഗ്രൂപ്പ് ആണോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിനൊരു ഡോട്ട് കൊടുത്തു, ഇൻറ്റു എന്നിട്ടാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ 1 - 1 i - i, 1 - 1 i - i. ഇനി 1 × 1 ചെയ്താൽ എത്രയാണ്, 1. 1 × -1 -1. 1 × i ചെയ്താൽ i. 1 × -i ചെയ്താൽ -i. ഇനി -1 × 1 ചെയ്താൽ -1. -1 × -1 ചെയ്താൽ 1 കിട്ടും. -1 × i ചെയ്താൽ -i. -1 × -i ചെയ്താൽ i കിട്ടും. ഓക്കെ, ഇനി i × 1 i, i × -1 -i, i × i. ഇവിടെ നോക്കുക, i × i എത്രയാണ്, i² ആണ്. i² എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, i × -i എന്ന് പറഞ്ഞാൽ എന്താ, -i², മൈനസും i², i² -1 ആണല്ലോ, അപ്പോൾ -1 എന്ന് വരും, അപ്പോൾ +1 വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് ഈ ഗ്രൂപ്പിലുള്ള 4 എലമെൻറ്റ്സ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അത് ക്ലോസ്ഡ് ആണ്.
ഇനി അസോസിയേറ്റീവ് ആണ്, കാരണം എന്താ 3 നമ്പേഴ്സ് എടുക്കുന്നു, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ബ്രാക്കറ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കിയാലും സെയിം ആൻസർ കിട്ടും. സോ അസോസിയേറ്റീവ് ആണ്. ഇനി ഈ ഇൻറ്റു ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ എങ്കിൽ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 ആണ്. 1ൻ്റെ കൂടെ ഏത് നമ്പേഴ്സ് ഓപ്പറേറ്റ് ചെയ്താലും ആ നമ്പേഴ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഇൻവേഴ്സ് നോക്കുക. 1ൻ്റെ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താ, 1ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്? സോ 1 ആണ്. 1ൻ്റെ ഇൻവേഴ്സ് 1 ആണ്. -1ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്? -1. അപ്പോൾ -1ൻ്റെ ഇൻവേഴ്സ് -1. ഐൻ്റെ ഇൻവേഴ്സ് എന്താ? ഐൻ്റെ കൂടെ -i ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അപ്പോൾ ഐൻ്റെ ഇൻവേഴ്സ് -i. -iൻ്റെ ഇൻവേഴ്സ് എന്താ? 1 കിട്ടുന്നത് ഇവിടെ ഐയിൽ. അപ്പോൾ -iൻ്റെ ഇൻവേഴ്സ് i. ഓക്കെ, ഇവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവും ആണ്, കാരണം ഏത് 2 നമ്പർ ഇൻഡു ചെയ്ത് അതിനെ തിരിച്ച് ഇൻഡു ചെയ്താലും ആ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. സോ ഇതൊരു അബീലിയൻ ഗ്രൂപ്പാണ്. ഇത് ചുമ്മാ നമ്മൾ ചെക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഗ്രൂപ്പാണോ ഒരു അബീലിയൻ ഗ്രൂപ്പാണോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എന്താ ഓർഡറും എലമെൻറ്റ്, അതായത് ഗ്രൂപ്പിൻ്റെ ഓർഡറും അവിടുത്തെ എലമെൻറ്റിൻ്റെ ഓർഡറും ആയിരുന്നു കണ്ടുപിടിക്കേണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ജിയിൽ 1 -1 i -i. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ എത്രയാണ്? ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരുണ്ട്. സോ ഓർഡർ ഓഫ് ജി ഓഫ് ഒ എന്നല്ല കേട്ടോ എഴുതുക, ഇത് തെറ്റാണ്. ഓഫ് ജി എന്നാണ് എഴുതുക. ഓക്കെ, ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഓർഡർ 4 ആണ്. ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞത്? എലമെൻറ്റിൻ്റെ ഓർഡറാണ്. ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ പറയുമ്പോൾ പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം നമ്മൾ ആദ്യത്തെ എലമെൻറ്റ് 1 എടുത്തു. 1ൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ 1 ചെയ്താൽ ആൻസർ എന്താ കിട്ടുക? 1. 1ൻ്റെ സ്ക്വയർ ചെയ്താലും 1 തന്നെയല്ലേ കിട്ടുക. 1ൻ്റെ ക്യൂബ് ചെയ്താലും 1 തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് എന്താ അതെല്ലാം കണ്ടുപിടിക്കേണ്ട, കാരണം സെയിം ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 ചെയ്താൽ മതി. അപ്പോൾ 1 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം 1 സ്ക്വയർ ചെയ്താലും 1 തന്നെയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ? 1നെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ 1 മാത്രം ഒറ്റ നമ്പറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 1ൻ്റെ ഓർഡർ എത്രയാണ്? 1 ആണ്. ക്ലിയർ അല്ലേ. ഇനി അടുത്ത എലമെൻറ്റ് -1 എടുത്തു. അപ്പോൾ -1 ചെയ്തു. അപ്പോൾ -1 എന്ന് പറഞ്ഞാൽ -1. ഓക്കെ, ഇനി -1ൻ്റെ സ്ക്വയർ ചെയ്താലോ 1 ആണ് കിട്ടുക. ഇതല്ല കിട്ടുക, വേറൊരു ആൻസർ കിട്ടി. ഇനി -1ൻ്റെ ക്യൂബ് ചെയ്താൽ എന്താ കിട്ടുക? -1 തന്നെയാണ് കിട്ടുക. പിന്നെ ഈ 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ -1 അതിൻ്റെ സ്ക്വയറും ചെയ്തു. അപ്പോൾ ഇത് 2 എലമെൻറ്റ്സ് ആയി അല്ലേ. അപ്പോൾ ഇതിന് -1ൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഇനി അടുത്തത് ആരെ എടുത്തു? i എടുത്തു. ഓക്കെ, ഇവിടെ നോക്കുക, i⁻1 ചെയ്താൽ എന്ത് കിട്ടി? i കിട്ടി. i² ചെയ്തപ്പോഴോ -1 കിട്ടി. i³ ചെയ്താലോ -i എന്ന് കിട്ടി. കാരണം i³ നമുക്ക് എങ്ങനെ എഴുതാം? i² × i എന്ന് എഴുതാം. i² -1 ആണ് × i, അപ്പോൾ -i. അതുപോലെ i⁻4 എന്ന് പറഞ്ഞാൽ എന്താ? i² × i², അതായത് -1 × -1. സോ 1. ഓക്കെ, ഇനി നമ്മൾ i⁵ ചെയ്ത് നോക്കിയാലും ഈ 4 ആൻസർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേറെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഐൻ്റെ ഓർഡർ എത്രയാണ്? ഐൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇതല്ല കേട്ടോ, ഐൻ്റെ ഓർഡർ 4 ആണ്. ഓക്കെ, ഇനി അടുത്ത ആൾ ആരാളുള്ളത്? -i. -iൻ്റെ ഓർഡർ നോക്കാം. -i⁻1 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? -i. -iൻ്റെ സ്ക്വയർ ചെയ്താൽ എന്താ? മൈനസ് പുറത്തായിട്ട് -iൻ്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താ? -i × -i. ഓക്കെ, -i × -i എന്ന് പറഞ്ഞാൽ എന്താ? ആ മൈനസും പ്ലസ് ആയിട്ട് i² വരും, അതായത് -1. ഇനി -iൻ്റെ ക്യൂബ് എന്താ? -i × -i. അപ്പോൾ അത് i എന്ന് കിട്ടും. -i⁻4 എന്ന് പറഞ്ഞാൽ എന്താ? -i × -i 4 തവണ ഇൻഡ്യൂ ചെയ്തു. അപ്പോൾ അത് 1 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ -i⁵ ചെയ്താലും 6 ചെയ്താലും നമ്മൾ ഈ 4 നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. സോ -iൻ്റെ ഓർഡർ എത്രയാണ്? 4 ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് എലമെൻറ്റ്സ്, ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സുകളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സബ് ഗ്രൂപ്പ് എന്താണ്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്താണെന്ന് നോക്കി. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ലെറ്റ് G* ബി എ ഗ്രൂപ്പ് ആൻഡ് H be a non-empty subset of G, then H is a subgroup of G if H itself a group under binary operation star. ഇവിടെ നോക്ക്, G* എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അത് നമ്മൾ പറഞ്ഞു, ആ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് G* എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുള്ള സബ്സെറ്റാണ്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് H എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H ഒരു ഗ്രൂപ്പ് തന്നെ ആവണം. ഇഫ് ഇറ്റ്സെൽഫ് H is a ഗ്രൂപ്പ്, അങ്ങനെയാണെങ്കിൽ അത് Gൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ക്ലിയർ അല്ലേ?
അതായത് ജി എന്ന് പറയുന്നത് ഒരു വലിയ ഗ്രൂപ്പാണ് ജി. ആ ജിയിലെ ഒരു ചെറിയൊരു സബ്സെറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും എച്ച്. ഓക്കെ, ജീനേക്കാൾ ചെറിയ ഒരാളാണ് എച്ച്. ആ എച്ചിനെയാണ് നമ്മൾ ജീൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ഇഫ് എച്ച് ഇറ്റ് സെൽഫ് എ ഗ്രൂപ്പ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ. അണ്ടർ ബൈനറി ഓപ്പറേഷൻ എച്ച് ഇറ്റ് സെൽഫ്, എച്ച് സ്വന്തമായിട്ട് എന്ത് തന്നെ ആയിരിക്കും? ഒരു ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. റിയൽ നമ്പർ എടുത്തു നമ്മൾ, ആർ പ്ലസ് ഓപ്പറേഷൻ വരുന്ന റിയൽ നമ്പറിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്തു. ഈസ് എ ഗ്രൂപ്പ്. നമുക്കറിയാം റിയൽ നമ്പറും പ്ലസ്സും കൂടെ ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പ് ആവും എന്നുള്ളത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം വരും അല്ലേ? അതിൻ്റെ ഒരു സബ്സെറ്റ് അല്ലേ സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സാണ്. അതല്ലേ റിയൽ നമ്പർ ഒരു വലിയൊരു സെറ്റാണ്, അതിൻ്റെ ഉള്ളിലുള്ള ആളല്ലേ സെഡ്. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ആളുകൾ മാത്രം വരുന്നത്. ഇവിടെ റിയൽ നമ്പേഴ്സിൽ ഫ്രാക്ഷനും എല്ലാം കയറി വന്നു അല്ലേ? അപ്പോൾ സെഡ് എന്ന് പറയുന്നത് റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ സെഡ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിരിക്കില്ലേ? ഗ്രൂപ്പായിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, അതിൻ്റെ സബ്സെറ്റാണ് സെഡ്. ആ സബ്സെറ്റും അണ്ടർ അഡീഷൻ അതും എന്ത് തന്നെ ആയിരിക്കും? ഒരു ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, സെഡ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് റിയൽ നമ്പർ അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് നോക്ക്, പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. നോക്കാം, ഇഫ് ഇ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ജി, ദെൻ സെറ്റ് ഇ ആൻഡ് ജി ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് ജി. ഇവിടെ നോക്കുക, ഒരു ഗ്രൂപ്പ് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലൊരു ഐഡൻറ്റിറ്റി, ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും എല്ലാം എക്സിസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ ഇ എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ സെറ്റും ആ ഗ്രൂപ്പും ഏതാണോ ഗ്രൂപ്പ്, ആ രണ്ട് ഗ്രൂപ്പ് അവിടുത്തെ ജീൻ്റെ എന്തായിരിക്കും? സബ് ഗ്രൂപ്പുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കുക, ഒരു ഗ്രൂപ്പ് എടുത്തു, ഒരു സെറ്റ്, നമ്മളൊരു റിലേഷനും ഓപ്പറേഷനും കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റും ആ ഗ്രൂപ്പും, ആ രണ്ടെണ്ണം ആ ഗ്രൂപ്പിൻ്റെ എന്ത് തന്നെ ആയിരിക്കും? സബ് ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സബ് ഗ്രൂപ്പുകളില്ലേ, അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെയും അതുപോലെ ഈ ഗ്രൂപ്പും, ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രിവിയൽ ഓർ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് വിളിക്കാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു ഗ്രൂപ്പ് എടുത്തു, ആ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ സെറ്റും അതുപോലെ ആ ഗ്രൂപ്പ് എന്താണോ ആ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്, ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ ട്രിവിയൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് വിളിക്കും. ഇനി ഇത് കൂടാതെ കുറേ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ റിയൽ നമ്പർ എടുത്തു, റിയൽ നമ്പറിൽ ഇൻറ്റീജേഴ്സൊക്കെ അതിൻ്റെ സബ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ മറ്റ് ഓൾ അതർ സബ് ഗ്രൂപ്പുകളെ നമ്മൾ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ, 6 പ്ലസ്, ഇതാണ് ഒരു എക്സാമ്പിൾ, റിയൽ നമ്പറും പ്ലസ്സും. ഓക്കെ, ഈ റിയൽ നമ്പർ പ്ലസ്സിൽ ഐഡൻറ്റിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, ഐഡൻറ്റിറ്റി 0 ആണ്. പിന്നെ അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ 6 തന്നെയാണ്. അപ്പോൾ ഈ 0നെയും 6നെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രിവിയൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, അതല്ലാതെ വേറെ സബ് ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാത്തിനെയും പ്രോപ്പർ സബ് ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുക. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? അടുത്ത ടോപ്പിക്ക് സൈക്ലിക് ഗ്രൂപ്പ്. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആട്ടോ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം കേട്ടോ. എ ഗ്രൂപ്പ് ജി സ്റ്റാർ ഈസ് കോൾഡ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം പവേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ എലമെൻറ്റ് എ ബിലോങ്സ് ടു ജി. ദ എലമെൻറ്റ് എ ഈസ് കോൾഡ് ദി ജനറേറ്റർ ഓഫ് ദ ഗ്രൂപ്പ് ജി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതെന്താ പറയുന്നത് വെച്ചാൽ ഞാനൊരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഈ ജി പറയുന്ന ഗ്രൂപ്പിൽ എ ബി സി ഡി ഈ 4 ആൾക്കാരാണ് ഗ്രൂപ്പിലുള്ളത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് എന്തോ ആവട്ടെ, ഗ്രൂപ്പ് അണ്ടർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തോ ആവട്ടെ. അപ്പോൾ നമ്മൾ എ ബി സി ഡിയിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്തു. ഇപ്പോൾ ഞാൻ ബി എടുത്തു എന്ന് വിചാരിക്കാം. ഇനി ബീൻ്റെ പവേഴ്സ് എടുക്കുക. b⁻1 എടുക്കുമ്പോൾ എനിക്ക് b⁻1 ഓപ്പറേഷൻ എന്തോ ആവട്ടെ കേട്ടോ. അപ്പോൾ b⁻1 ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ ഡി ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. ബീൻ്റെ സ്ക്വയർ ഞാൻ എടുത്തപ്പോൾ എനിക്ക് എ ആണ് കിട്ടുന്നത് എന്ന് വിചാരിക്കുക. ബീൻ്റെ ക്യൂബ് എടുത്തപ്പോൾ ബി കിട്ടുന്നു. b⁻4 എടുത്തപ്പോൾ എനിക്ക് സി കിട്ടുന്നുണ്ട്. ഇനി b⁻5 ഞാൻ ചെയ്യുമ്പോൾ എഗെയിൻ ഈ 4 ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നൊന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ മനസ്സിലായത്? ഈ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലെ ഏതോ ഒരു എലമെൻ്റ് ആയിട്ടുള്ള ബി ഞാൻ ചൂസ് ചെയ്തു. ആ ബീൻ്റെ എല്ലാ പവേഴ്സ് ചെയ്യുമ്പോൾ എഗെയിൻ എനിക്ക് ഈ 4 എലമെൻറ്റ്സും കിട്ടുന്നുണ്ട്. അങ്ങനെയല്ലേ ഇതെന്ന് നമുക്ക് മനസ്സിലായത്? അതായത് അപ്പോൾ ബി എന്ന് പറയുന്നതാണ് ഈ ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ.
അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരു എലമെൻറ്റ് വെച്ചിട്ട് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ജനറേറ്റർ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? അതാണ് ഈ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞത്. എ ഗ്രൂപ്പ് ജി സ്റ്റാർ ഈസ് കോൾഡ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇഫ് എവറി എലമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം പവേഴ്സ് ഓഫ് പർട്ടിക്കുലർ എലമെൻറ്റ് എ ബിലോങ്സ് ടു ജി. ആ പർട്ടിക്കുലർ എലമെൻറ്റ് എ എന്നാണ് നമ്മളിവിടെ ബി ആയിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുത്തിട്ട് ആ എലമെൻസിൻ്റെ പവേഴ്സായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളെ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്നും, ഏത് എലമെൻറ്റ് കൊണ്ടാണോ ജനറേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ എന്നും വിളിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് സെഡ് പ്ലസ്. സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവരൊറ്റയടിക്ക് ആൻസറായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 1ഉം -1ഉം ഈ ഗ്രൂപ്പിൻ്റെ ജനറേറ്റേഴ്സാണ്, അതുകൊണ്ട് ഇത് സൈക്ലിക് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, 1ൻ്റെ പവേഴ്സായിട്ട് അതായത് സെഡ് എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സിൽ ആരൊക്കെയുള്ളത്? സെഡ് എന്ന് പറയുന്ന ഇൻറ്റീജേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സും അല്ലേ, നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റും പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സെറ്റ് 0, ഇതൊക്കെ ഉള്ള ഒരു സെറ്റാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻറ്റീജേഴ്സിൽ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ 1 കൊണ്ട് നമ്മൾ 1ൻ്റെ പവർ നോക്കാം. 1 റേസ് ടു 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 1 കിട്ടും അല്ലേ. 1ൻ്റെ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക? നോർമലി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 1 1 തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെയല്ല, ഓപ്പറേഷനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? 1 + 1. 1 ക്യൂബിൻ്റെ മീനിങ് എന്താ? 1 + 1 + 1. ഓപ്പറേഷനും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ ചെയ്താൽ 1 + 1 2 കിട്ടും. അത് എഗെയിൻ സെഡിലുള്ള നമ്പറാണ്. 1 ക്യൂബ് ചെയ്താൽ എന്താ? 1 + 1 + 1 3 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ 1ൻ്റെ എത്ര പവേഴ്സ് നമ്മൾ എടുക്കുന്നോ ഈ സെഡിലുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും നമുക്ക് 1ൻ്റെ പവേഴ്സാക്കി എഴുതാൻ പറ്റില്ലേ? പറ്റും. ഇനി ഇതേപോലെ -1ൻ്റെ പവർ എടുത്ത് നോക്ക്. -1 റേസ് ടു 1 ചെയ്താൽ -1 കിട്ടും. -1ൻ്റെ സ്ക്വയർ ചെയ്താലോ? -1 + -1, അതായത് -2. -1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 + -1 + -1, അപ്പോൾ -3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ -1ൻ്റെ പവേഴ്സ് എടുത്താൽ നമുക്ക് എന്താ? സെഡിലുള്ള നെഗറ്റീവ്സിൻ്റെ ഫുൾ ആ സെറ്റ് കിട്ടും. ക്ലിയർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്താ? 1ഉം -1ഉം എന്താണ്? ഇത് 1നെയും -1നെയും കൊണ്ട് നമുക്ക് സെഡിലുള്ള എല്ലാ ആൾക്കാരെയും എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇതെന്താണ്? ജനറേറ്ററാണ്. 1ഉം -1ഉം ജനറേറ്ററാണ്. ആ ജനറേറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതെന്താണ്? ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് കൂടെ പറയാൻ പറ്റും. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് G = 1 - 1 I - I. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഡർ പറയുന്ന സമയത്ത് ഇതേ ഒരു സെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ജനറേറ്റർ ഇതിൽ ഒരു എലമെൻറ്റ് നമ്മൾ എടുക്കുക. 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു. അപ്പോൾ 1ൻ്റെ 1 റേസ് ടു 1 ചെയ്തു. 1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. 1 സ്ക്വയർ ചെയ്താലും 1 തന്നെയാണ്. 1 ക്യൂബ് ചെയ്താലും 1 തന്നെയാണ്. അപ്പോൾ 1 കൊണ്ട് നമുക്ക് ഇതിനെ മൊത്തത്തിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 1 ജനറേറ്റ് ഓൺലി 1 അല്ലേ. 1 കൊണ്ട് 1നെ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 1 എന്തല്ല? ഒരു ജനറേറ്റർ അല്ല. ക്ലിയർ അല്ലേ. ഇനി -1 എടുത്തു. -1 റേസ് ടു 1 ചെയ്താൽ -1 എന്നും കിട്ടും. -1ൻ്റെ സ്ക്വയർ ചെയ്താൽ 1 എന്നും കിട്ടും. ഇനി -1ൻ്റെ ക്യൂബ് എടുത്താലും എന്തെടുത്താലും നമുക്ക് 1ഉം -1 എന്ന് മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതൊരു ജനറേറ്റർ ആണോ? അല്ല. -1 കൊണ്ട് നമുക്ക് ഇതിലെ മൊത്തം ആൾക്കാരെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതെന്തല്ല? ഇത് ജനറേറ്റർ അല്ല. ഇനി അടുത്തത് നമ്മൾ I എടുത്തു. ഓക്കെ, I എടുത്താൽ നോക്ക്, I റേസ് ടു 1 ചെയ്താൽ എന്ത് കിട്ടും? I കിട്ടും അല്ലേ. I റേസ് ടു 1 ചെയ്താൽ I എന്ന് കിട്ടും. ഓക്കെ, ഐൻ്റെ സ്ക്വയർ ചെയ്താലോ? I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് അറിയാം. ഐൻ്റെ ക്യൂബ് ചെയ്താലോ? I ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? I സ്ക്വയർ × I എന്നാണ് അല്ലേ. I സ്ക്വയർ -1 ആണ് ഈ ഐയും, അപ്പോൾ -I എന്ന് കിട്ടും. ഓക്കെ, I റേസ് ടു 4 ചെയ്താലോ? I റേസ് ടു 4 എന്ന് പറഞ്ഞാൽ I സ്ക്വയർ × I സ്ക്വയർ. I സ്ക്വയർ × I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി I റേസ് ടു 5 ചെയ്താലും എഗെയിൻ നമുക്ക് ഈ 4 എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരാളെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ I വെച്ച് നമ്മൾ ഐൻ്റെ പവേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ? ഈ 4 നമ്പേഴ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ I എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ജനറേറ്റർ അല്ലേ? ആണ്.
ഇനി അതേപോലെ -i വെച്ച് ചെയ്തു, അതായത് -i⁻1 ചെയ്തു നോക്കുക, അതുപോലെ -i² ചെയ്ത് നോക്കുക, -iൻ്റെ ക്യൂബ് ചെയ്ത് നോക്കുക. നമ്മളിതാ ഇവിടെ ചെയ്തതാണ്, ഓർഡർ കാണാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോഴും നമുക്ക് എന്തെന്നെയാണ് കിട്ടി, ഈ 4 എലമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ -i വെച്ചിട്ടും നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ -iയും എന്ത് തന്നെയാണ്, ഈ ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണ്. അപ്പോൾ ഗ്രൂപ്പിലെ ഏതോ 2 എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ പവേഴ്സ് എടുത്തപ്പോൾ ആ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരെയും ജനറേറ്റ് ചെയ്യാൻ പറ്റി. സോ ഈ ഗ്രൂപ്പിന് ഒരു ജനറേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് എന്താ, ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് പറയാലോ. അപ്പോൾ ജനറേറ്റേഴ്സ് ഓഫ് ഗ്രൂപ്പ് G ആർ i-i. അതുകൊണ്ട് G+ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണെന്ന് പറയാം. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.